ഹായ്, ഈറ്റ് ക്ലീൻ ആൻഡ് ഗെറ്റ് ഫിറ്റിൻ്റെ ഇന്നത്തെ വ്ളോഗിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഹെൽത്തി ജാമിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ കുട്ടികളുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കടയിൽ നിന്ന് മേടിച്ചു കൊടുക്കുന്ന ജാമിൽ എന്തോരം ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? കുട്ടികൾക്കൊക്കെ ജാമൊക്കെ വലിയ ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന, അതായത് നമ്മുടെ ശർക്കര അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ജാമിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. എനിക്കും പേഴ്സണലി ബ്രെഡും ജാമും എന്നുള്ള ആ ഒരു കോമ്പിനേഷൻ വളരെ ഇഷ്ടമുള്ള ആളാണ്. ഞങ്ങളിപ്പോൾ ബ്രെഡ് മേടിച്ചാൽ തന്നെ വീക്ക് ഡേയ്സ് ആണെങ്കിൽ, അതായത് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ ഒപ്പം ചിലപ്പോൾ അവോക്കാഡോ, നമ്മുടെ വെണ്ണപ്പഴം, ബട്ടർ ഫ്രൂട്ട് എന്നൊക്കെ പറയില്ലേ, അത് വരട്ടി, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഹമ്മസ് വരട്ടി അതിൻ്റെ മുകളിൽ തക്കാളി സ്ലൈസ് ചെയ്തായിരുന്നു വെച്ചാൽ അങ്ങനെയാണ് കഴിക്കാറ്. ചില സമയങ്ങളിൽ, ചില സാറ്റർഡേ സൺഡേ, അതായത് വീക്കെൻഡിലൊക്കെ എനിക്ക് ബ്രെഡും ജാമും ഇഷ്ടമായതുകൊണ്ട് ആ ബ്രെഡും പീനട്ട് ബട്ടറും അതിൻ്റെ മുകളിൽ ജാമും പറ്റി കഴിക്കുന്നത് വളരെ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഈ വീക്കെൻഡൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പുറമേ നിന്ന് മേടിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഒത്തിരി ഷുഗർ ആയതുകൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ ജാമാണ് ഉപയോഗിക്കാറുള്ളത്. ഇത് നല്ല ഹെൽത്തിയാണ്. എന്താ പറയുക, ഈ ഒരു ടെൻഷനും വേണ്ട, ഒരു എന്താ പറയുക, ഗിൽറ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ വളരെ എളുപ്പം. ഇത് ഞാൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ആഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ അധികം ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കി വെക്കാറില്ല. അപ്പം ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, ഞാൻ എൻ്റെ ഹസ്ബൻഡും. അപ്പോൾ വല്ലപ്പോഴും എടുക്കാറുള്ളൂ, വീക്കെൻഡ് മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ എടുക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ. അതുകൊണ്ട് ഞങ്ങൾ ഒരു തവണ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസമൊക്കെ നല്ല ഈസി ആയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട്. കേടൊന്നും വരാറുമില്ല. അപ്പം നമുക്ക് ഈ റെസിപ്പിയിലോട്ട് കിടക്കാം. ജാം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എടുത്തിരിക്കുന്നതെന്ന് നോക്കാം. ഇത് 2 കപ്പ് മിക്സഡ് ബെറീസ് ആണ്. ഇത് ഫ്രോസൺ ആണ്. ഇതിലിപ്പോൾ മിക്സഡ് ബെറീസ് എന്ന് പറയുമ്പോൾ ഇതിൽ സ്ട്രോബെറീസ് ഉണ്ട്, ബ്ലാക്ക് ബെറീസ് ഉണ്ട്, അങ്ങനെ എന്താ പറയുക, പലതരത്തിലാണ്. ഇതിൽ ചിലയിടത്ത് അവർ നല്ല മുന്തിരിങ്ങയും ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഏത് ബെറിയാണോ ഉള്ളത്, സ്ട്രോബെറി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് 2 കപ്പ് എടുക്കാം. ഇപ്പോൾ ബ്ലാക്ക് ബെറീസ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് 2 കപ്പ് എടുക്കുക. അല്ലെങ്കിൽ അത് മിക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ കൂട്ടി ഒരു 2 കപ്പ് എടുക്കാം. ഇനിയിപ്പോൾ ഇത് ഫ്രഷ് ആയാലും കുഴപ്പമില്ല, ഫ്രോസൺ ആയാലും കുഴപ്പമില്ല. ഞാനിതിപ്പോൾ എന്താ പറയുക, നമ്മുടെ സ്മൂത്തിക്കൊക്കെ വേണ്ടി ഫ്രോസൺ മേടിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത് സ്മൂത്തിക്കും ചേർക്കാം. ഇത് നമ്മൾ പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കണമെന്നില്ലല്ലോ, അത് ആ ഫ്രീസറിൽ അങ്ങ് ഇരുന്നോളും. ഇടയ്ക്ക് ജാമും ഉണ്ടാക്കാം. അപ്പോൾ ഇതൊരു 2 കപ്പ്. പിന്നെ നമ്മുടെ ജാമിലെ സ്റ്റാർ, നമ്മൾ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ശർക്കരയുടെ അളവ് കറക്റ്റായിട്ടുള്ളത് ഞാൻ പറയാം. പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തരുടെയും മധുരം ഇഷ്ടമനുസരിച്ച് കൂടുതലോ കുറച്ചോ ചേർക്കാം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ചിയ സീഡ്സ് ആണ്. നമ്മൾ ഈ ചിയ സീഡ്സ് എടുത്തേക്കണത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ ജാം മേടിക്കുമ്പോൾ അതിൽ എന്താ പറയുക, അതൊരു ജെല്ലി ലൈക്ക് സ്ട്രക്ചറല്ല ഇരിക്കുന്നത്. അതിന് വേണ്ടി ഒരു പ്രത്യേക സാധനം ആഡ് ചെയ്യും. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇപ്പം നമ്മളൊരു ഹെൽത്തി വേർഷൻ നോക്കുമ്പോൾ അതിന് എന്താ പറയുക, ഒരു ജെല്ലി ലൈക്ക് സ്ട്രക്ചർ കിട്ടാൻ വേണ്ടി നമ്മൾ ചേർക്കുന്നത് ഈ ചിയ സീഡ്സ് ആണ്. ഇതൊരു 2 ടേബിൾ സ്പൂൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 1/2 നാരങ്ങയാണ്. ഈ നാരങ്ങ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഒരു ചെറിയ പുളി ടേസ്റ്റും കൂടെ വരുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ്, ആ പുളി മധുരമൊക്കെ കൂടിയാവുമ്പോൾ. പിന്നെ ഒരു ഇച്ചിരി ഉപ്പ്, എന്താ പറയുക, ഒരു ഇച്ചിരി ഉപ്പ് ചേർക്കുമ്പോൾ ആ മധുരം എന്താ പറയുക മുന്നിൽ നിൽക്കും. ഒരു മധുരം ചേർക്കുന്ന എന്തെങ്കിലും നമ്മളൊരു ഇച്ചിരി ഉപ്പ് ചേർക്കുന്നത്, ഒരു ഇച്ചിരി പൊടിക്കിയേ ചേർക്കുന്നുള്ളൂ, ചേർക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം നമുക്കിനി റെസിപ്പിയിലോട്ട് കിടക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ജാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഫ്രോസൺ ബെറീസും ചേർക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം ചേർക്കണം. നിങ്ങൾ വെള്ളം കൂടി പോകരുത്, ഒരു 1/4 കപ്പ് വെള്ളം ചേർത്താൽ മതിയാവും. ഇനി ഇതൊന്ന് ഈ വെള്ളം ഇനി കിടന്നൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതൊന്ന് എന്താ പറയുക, ഈ ബെറീസൊക്കെ നല്ല സോഫ്റ്റ് ആവും. ഈ ബെറീസൊക്കെ സോഫ്റ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾ അതിനൊന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയി കഴിയുമ്പോൾ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതിനി നന്നായിട്ട് വെള്ളവും തിളച്ച് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ആ മിക്സഡ് ബെറീസും വെള്ളവും ചേർത്ത് വെച്ചേക്കുന്നത് നന്നായിട്ട് തിളച്ചിട്ട് സ്ട്രോബെറി ഒക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ഈ അടുപ്പത്ത് വെച്ച് തന്നെ മാഷ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണേ, ഇത് മേത്ത് മറിഞ്ഞ് വീഴാതിരിക്കാൻ നോക്കണം. അപ്പം നിങ്ങളൊരു കയ്യില പിടിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഇതൊരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും മാഷ് ചെയ്യാൻ നല്ല എളുപ്പമായിട്ട് വരും. പിന്നെ വേറൊരു കാര്യം എന്നുള്ളത്, നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതിൽ തന്നെ ഈ പാത്രത്തിൽ വെച്ച് തന്നെ നന്നായിട്ട് അതിന് എന്താ പറയുക പേസ്റ്റ് പോലെ ആക്കി എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നന്നായിട്ട് തിളച്ച് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. അപ്പം നിങ്ങൾക്ക് എന്താ പറയുക, കഷ്ണങ്ങളായിട്ടൊന്നും കടിക്കാൻ കിട്ടത്തില്ല. ഇതിപ്പോൾ ഇങ്ങനെ മാഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക,
ചെറിയ ബെറീസിൻ്റെ ചെറിയ പീസസ് ഒക്കെ നമുക്ക് ആ ബ്രെഡിൻ്റെ മുകളിൽ പറക്കുമ്പോൾ ചെറിയ ചെറിയ ബൈറ്റ്സ് കിട്ടും. അത് നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്കിപ്പോൾ അത് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഈ പാത്രത്തിൽ തന്നെ ഇട്ട് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഈ സ്ട്രോബെറിയുടെ മിക്സിലോട്ട് ശർക്കര ചേർക്കാൻ പോവാണ്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ കാണുമായിരിക്കും. ഞാനിപ്പോൾ ഇതാണ് ചേർക്കുന്നത്. നിങ്ങൾ ഇത് ചേർക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ശർക്കര ചേർക്കാം. ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ അത് കുറച്ച് ചേർക്കാം. അത് നിങ്ങൾക്കിപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം അടുത്താണ് ചേർത്തിരിക്കുന്നത്. ഞാൻ അധികം മധുരത്തിലായിട്ടല്ല കഴിക്കുന്നത്. ജസ്റ്റ് ഒരു ചെറിയ മധുരം അത്രേ ഉള്ളൂ. ഇനി ഈ ശർക്കര ചേർത്തിരിക്കുന്ന ഈ സ്ട്രോബെറിയുടെ മിക്സിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ലെമണും പിഴിഞ്ഞു കൊടുക്കാം. അതിലോട്ട് ഇച്ചിരി ഉപ്പും ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ലെമണൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണേ. നിങ്ങൾക്ക് ഇപ്പോൾ ഇച്ചിരി കൂടെ പുളി വേണമെന്നൊക്കെ തോന്നണമെങ്കിൽ അതൊക്കെ പേഴ്സണൽ പ്രിഫറൻസ്. പുളി ചേർക്കുന്നതും ശർക്കര ചേർക്കുന്നതും ഒക്കെ. ഇനി ഇതിലോട്ട് ഒരു തുള്ളി ഉപ്പ്. ഞാൻ ഈ ബെറീസിൻ്റെ മിക്സ് തിളയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇത് ഇടയ്ക്ക് ഒന്നിങ്ങനെ സോഫ്റ്റ് ആവുന്നതിനനുസരിച്ച് മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചതച്ചോണം ആക്കുന്നുണ്ട്. ശർക്കരയെ നന്നായിട്ട് സോഫ്റ്റ് ആവാനൊക്കെ തുടങ്ങി. നിങ്ങൾക്കിപ്പോൾ ടേസ്റ്റ് നോക്കി ആവശ്യത്തിന് പുളി വേണമെന്നുണ്ടെങ്കിൽ പുളി ചേർക്കാം. അതായത് നാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം. അല്ലെങ്കിൽ ഇച്ചിരി കൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ മധുരം ചേർക്കാം. അതൊക്കെ ഇപ്പം ചെയ്യാവേ. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലെ കുറേ പീസൊക്കെ ഞാൻ എന്താ പറയുക കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ചതച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്ത് വയ്ക്കാം. ഞാൻ നേരത്തെ പറഞ്ഞോളാം, നിങ്ങൾക്ക് ഇപ്പോൾ നന്നായിട്ട് എന്താ പറയുക ഈ നല്ല പേസ്റ്റ് പരുവം പോലെ ഇരിക്കണമെന്ന് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിന് ശേഷം ഉണ്ടല്ലോ നമ്മുടെ മാജിക് ഇൻഗ്രീഡിയൻ്റ് ഇതിലെ, അതായത് ചിയാ സീഡ്സ് നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോവാണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. നിങ്ങൾക്കറിയാലോ ഈ ചിയാ സീഡ്സ് ഈ വെള്ളത്തിൽ ചേർന്ന് കഴിയുമ്പോൾ ഇതിനൊന്ന് വലുതാവണ്ടേ. അത് ഈ വെള്ളം വലിച്ചെടുത്ത് ഒന്ന് വലുതാവും. അപ്പോഴാണ് ഇത് ഇച്ചിരിയും കൂടെ എന്താ പറയുക ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലോട്ടാവുന്നത്. ഇതപ്പോൾ ഇവിടെ ഇരുന്ന് ആ ചിയാ സീഡ്സ് ഇരുന്ന് ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് നോക്കാം. ഇതാണ് ഇപ്പം നമ്മുടെ ജാമിൻ്റെ ഫൈനൽ രൂപം. ഇത് എന്താ പറയുക ഈ അത്യാവശ്യം ഒന്ന് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇത് ശരിക്കും ചൂടാറിയിട്ടൊന്നും ഇല്ല. ഇതിൽ നിന്ന് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതിൽ നിന്ന് ഇപ്പോഴും ഇച്ചിരി ചൂടുണ്ട്, ചെറു ചൂടുണ്ട്. ഇത് കുറച്ചും കൂടെ ചൂടാറി കഴിയുമ്പോൾ ഇച്ചിരിയും കൂടെ തിക്കാവും. നിങ്ങൾക്കറിയാമല്ലോ ഈ ചിയാ സീഡ്സ് ആ വെള്ളത്തിൽ കിടക്കും തോറും അതിങ്ങനെ തിക്കായിക്കൊണ്ടിരിക്കും. അപ്പം ഞാനിനി ഇത് ഒരു ചെറിയ ജാറിലോട്ട് മാറ്റാൻ പോവാണ്. ഞാനിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ജാം ഉണ്ടല്ലോ ഒരു ചെറിയ ജാറിലോട്ട് പകർത്തി വെച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഒരു 2-3 മണിക്കൂറും കൂടെ കഴിയുമ്പോൾ ശരിക്കും തണുത്ത് കഴിയുമ്പോൾ ഞാനിത് ഫ്രിഡ്ജിലോട്ട് നന്നായിട്ട് അടച്ചെടുത്ത് വയ്ക്കും. അത് കഴിഞ്ഞ് ഇനി ആവശ്യമുള്ളപ്പോൾ മാത്രം എടുക്കും. ഇത് നമ്മൾ എടുക്കുമ്പോഴൊക്കെ നല്ല വൃത്തിയായിട്ടുള്ള സ്പൂൺ വെച്ചെടുക്കണേ. സ്പൂണിൽ ഒട്ടും വെള്ളത്തുള്ളി ഒന്നും പാടില്ല. അങ്ങനെ വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് എന്താ പറയുക ചീത്തയായി പോകും. ഇതിങ്ങനെയൊക്കെ ഒരു 3 ആഴ്ചയോളമൊക്കെ ഇരിക്കും. ഇതിന് നിങ്ങൾക്ക് കുറച്ചും കൂടെ തണുത്തിട്ട് ബ്രെഡിൻ്റെ മുകളിൽ പരട്ടി കഴിക്കുന്നതായിരിക്കും ഇച്ചിരിയും കൂടെ ടേസ്റ്റ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ബ്രെഡിൻ്റെ മുകളിലും കൂടെ വെച്ചിട്ട് കാണിച്ചു തരാം. ഞാൻ ബ്രെഡിൻ്റെ മുകളിൽ ഇച്ചിരി പീനട്ട് ബട്ടറും പരട്ടിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോമ്പിനേഷൻ ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് ജാം മാത്രം മതി എന്നുണ്ടെങ്കിൽ ജാം മാത്രം പരട്ടിയാൽ മതി. ഞാൻ ഇച്ചിരി പീനട്ട് ബട്ടർ പരട്ടിയിട്ടുണ്ട്. അത് ഹോം മെയ്ഡാണ്, ഷുഗറൊന്നും ചേർക്കാത്തതാണ്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഒരു ഇച്ചിരി, ഈ ജാമിൻ്റെ പ്രത്യേകത ഇത് അധികം ഒന്നും ചേർക്കണ്ട, ഒരു ഇച്ചിരി ചേർത്താൽ മതി. ആ ഒരു എന്താ പറയുക ആ പുളിയും ആ ഒരു ഇച്ചിരി മധുരമൊക്കെ കിട്ടുമ്പോൾ തന്നെ അത്രയും മതിയാവും. സാധാരണ ജാമുകളൊക്കെ കൂടുതൽ പറ്റണം എന്നാലേ ടേസ്റ്റ് ഉള്ളോണം എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ഈ ജാം ഒരു ഇച്ചിരി പരട്ടിയാൽ മതി. ഇപ്പോൾ നമ്മുടെ ഫൈനൽ ടോസ്റ്റിൻ്റെ രൂപം റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. എനിക്ക് എന്താ പറയുക എൻ്റെ ഏറ്റവും
ഫേവറേറ്റുകളിൽ ബ്രേക്ക്ഫാസ്റ്റുകളിൽ ഒന്നായിരിക്കും. അതായത് നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കണമെന്നൊക്കെ തോന്നാറില്ലേ ചില ദിവസങ്ങളിൽ, അങ്ങനെ അത് പ്രത്യേകിച്ച് വീക്കെൻഡ്സിലൊക്കെ. അപ്പോൾ എനിക്ക് സാറ്റർഡേ ഒക്കെ ഇതുപോലൊരു ബ്രെഡും ഇച്ചിരി പീനട്ട് ബട്ടറും ഇച്ചിരി ജാമും ഉണ്ടെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ജാമിൻ്റെ റെസിപ്പി കണ്ടില്ലേ, എത്ര ഈസിയാണെന്ന് നോക്കിയേ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ കടയിൽ നിന്ന് മേടിച്ച് എന്താ പറയുക കണ്ട പ്രിസർവേറ്റീവ്സും ഒത്തിരി ഷുഗറും ഒക്കെ മേടിച്ച് കൊടുത്ത് ആ സാധനം മേടിച്ച് കൊടുക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ട് കൊടുക്കാം. നിങ്ങളുടെ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് തന്നെ കഴിച്ച് വളരട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.